പിന്നെ നമ്മളിതുപോലെ കീറിയിരിക്കുന്നതാണ് രണ്ടായിട്ട് കീറിയിട്ടിരിക്കുന്ന ഇങ്ങനെ നമുക്ക് ഹലോ ഫ്രണ്ട്സ്, ഇത് കുടംപുളിയാണ്. കുടംപുളിയുടെ കാലമാണ് ഇത്. ഇന്ന് രാവിലെ പുളിമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് താഴെ വീണതൊക്കെ പുറക്കാനായിട്ട് ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും പുളിമരം ഇന്നലത്തെ വൈകിട്ട് ഭയങ്കര കാറ്റ് കാരണം പുളിമരം പകുതി മുക്കാലും ഒടിഞ്ഞ് താഴെ വീണ് ആകെ ചിന്നി ചിതറി കിടക്കുകയായിരുന്നു. ഏതായാലും ഞാൻ പുറക്കേണ്ടി വന്നു. ഏതായാലും നമുക്ക് പറിക്കാനും എളുപ്പമുണ്ട്. ഇതിപ്പം ഈ കാണുന്നതെല്ലാം പച്ചയായിട്ട് കിടക്കുന്നെങ്കിലും നല്ല വിളഞ്ഞ പുളികളാണ്. ഇത് നാളെ ഒരു ദിവസത്തെ കഴിയുമ്പോഴത്തേക്ക് ഇത് പഴുത്തു വരും. ഇതുപോലെ തന്നെ പഴുത്തു വരും. ഈ കാണുന്ന പുളികൾ തന്നെ പഴുത്തു വരും. ഇതൊക്കെ നല്ല വിളഞ്ഞ പുളികളാണ്. ഉണ്ടോ? പച്ച കളറിലേക്കും നല്ല വിളഞ്ഞ പുളികളാണ്. ഈ കുടംപുളി. ഈ കുടംപുളി എങ്ങനെ നമ്മൾ കീറി ഉണക്കി എടുക്കാം. കീറി എടുക്കുന്ന പാകം കാണിച്ചു തരാം. ഓക്കെ. ഈ പുളി നമ്മൾ കീഴെടുക്കുക. ഒരു ചെറിയ കത്തി എടുക്കുക. അതിനുശേഷം നടുവങ്ങി കീറുക. ഇതിനകത്തിരിക്കുന്ന ഈ കുരുവെല്ലാം നമ്മൾ പറിച്ച് ഇങ്ങനെ താഴെ ഇട്ട് കളയും. അതിനുശേഷം ഇതിങ്ങനെ ഇടും. ഇതുപോലെ ഇടും. എല്ലാം കീറിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. രണ്ടായിട്ട് കീറിയിട്ടിരിക്കുന്ന പുളികളാണ് കുടംപുളി. വേറെ പ്രത്യേകിച്ച് വിഷമമൊന്നും പ്രയാസമൊന്നുമില്ല. നമുക്ക് പൊളിക്കുന്നതിന് ഒന്ന് കീറിയെടുക്കുന്നു. ഇതുപോലെ പിന്നെ കളയുന്നു. പിന്നെ നമ്മളിതുപോലെ കീറിയെടുക്കുന്നു. ഇതാണ് കീറിയിരിക്കുന്ന പാകം. കുരു നല്ല പഴുത്ത കുരുവാണ്. ഇതൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തു. ഇങ്ങനെ നല്ല രസമാണ് തിന്നാൻ. പണ്ട് ആൾക്കാരത് കഴിക്കുമായിരുന്നു. നല്ല മധുരമുണ്ടല്ലോ. ഇത് കോർപ്പാണ്. ഇത് കോർപ്പ് നമ്മൾ പുളി കൊടുക്കുന്നു. ഒരുമിച്ച ഇടമാണ്. അതിങ്ങനെ താത്തി നമ്മൾ വീടുകളിൽ നമ്മൾ ഈ പ്രകാരം ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല പുളി നമുക്ക് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ കോർത്ത് നമ്മൾ അടുപ്പ് ചേര് ഉണ്ടാവുമല്ലോ, ചേര് സെപ്പറേറ്റ് ചേരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ തീ ഇടുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല ഉണങ്ങിയ പുളിയായിട്ട് തന്നെ ഇത് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ഇതെല്ലാം ഇങ്ങനെ തയ്യാറാക്കി നമ്മൾ ചേർത്ത് കൊണ്ടുകിട്ടും. അതിനുശേഷം ഉണങ്ങി കിട്ടുന്ന അടിയിൽ തീയൊക്കെ ഇട്ട് ഒരു 6 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഉണങ്ങി വരും. അങ്ങനെ ഉണങ്ങി വന്നതിന് ശേഷമാണ് നമ്മളിതിൽ ഊരി എടുത്തിട്ട് ഉപ്പും അല്പം വെളിച്ചെണ്ണയൊക്കെ തൂത്ത് കഴുകി വെക്കുന്ന ഒരു പാകമുണ്ട്. അതാണ് കുടംപുളി തയ്യാറാക്കി നമ്മുടെ വീടുകളിൽ നമുക്ക് എളുപ്പം ചെയ്യാം. ഓക്കെ.
ഇങ്ങനെ ഈറ്റക്കമ്പയിൽ കോർത്തെടുത്ത പുളിയാണ്. ഇത് നമ്മൾ ചേർത്ത് വെച്ച് അടുക്കി വെച്ചിട്ട് നമ്മളിത് ഉണക്കിയെടുക്കും. ഇതുവരെയാണ് നമ്മുടെ വീടുകളിൽ പുളി ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് സ്വാതന്ത്ര്യത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് തീയും കൊടുത്ത് കത്തിച്ച് പുകച്ച് നമുക്കെടുക്കാം. ഓക്കെ. ഇത് പുളിങ്കുരു ഞാൻ കാണിച്ചില്ല. ഇതാണ് പുളിങ്കുരു. ഈ കാണുന്ന നമ്മൾ വേസ്റ്റാണ്. ഇത് നമുക്ക് പുറത്ത് എടുത്ത് കളയാം. ഇതൊക്കെ മുളച്ച് വരുത്ത കുരുവാണ്. ഇത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ തിന്നിട്ടുണ്ട്. നല്ല മധുരവും നല്ല പുളിയൊക്കെയാണ്. ഓക്കെ.